ഈ പഠനപ്രയാസമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പാരൻസ് അനുഭവിക്കുന്ന വിഷമങ്ങൾ. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ കണ്ടുവരുന്നതിൽ പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്ലെസ് ആണ്. കാരണം അവർ വലിയൊരു ഭാരമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബേർഡനാണ് അവരെടുക്കുന്നത്. അതെ, എന്താ വെച്ചാൽ ഈ ഒരു കോമ്പറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേറെ എന്ത് കഴിവുണ്ടായിട്ടും കാര്യമില്ല. അതാണ് എന്താ വെച്ചാൽ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ വരിക എന്ന് പറഞ്ഞാൽ പാരൻസ് കമ്പയർ ചെയ്യാൻ മറ്റു കുട്ടികളെ അപേക്ഷിച്ചാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവരുടെ തന്നെ മറ്റു കുട്ടികളായിരിക്കാം, ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സുഹൃത്തുക്കളെ അടുത്തുനിന്ന് ഒക്കെ കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മോനോ മോക്കോ എന്താ മാർക്ക് കുറവാണ്. പക്ഷേ അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എന്താ ലേണിംഗ് ഇഷ്യൂസ് കൊണ്ടാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതായത് വേറെ എന്ത് സ്കില്ലുണ്ടായിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ എന്ത് ചെയ്യും, പഠനത്തിൽ മുന്നോട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ കുട്ടി മുന്നിലെത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആണ് പാരൻസ് കാണുന്നത്. അന്നേരം എന്ത് ചെയ്യും, അത്തരത്തിലുള്ള പറ്റാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ കുറേ പല രീതിയിൽ ശ്രമിച്ച് നോക്കും. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ എന്ത് ചെയ്യും, ഹാർഡ് വർക്ക് ചെയ്ത് നോക്കും, ട്യൂഷൻ കൊടുത്ത് നോക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും വെച്ചാൽ കൂടുതൽ സമയം ഇരുത്തി നോക്കും, ടീച്ചേഴ്സിനെ കൺസൾട്ട് ചെയ്ത് നോക്കും. എന്നിട്ടും എന്ത് ചെയ്യും, കുട്ടിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പാരൻസ് ഭയങ്കര എന്ത് ചെയ്യും, വലിയൊരു ഇമോഷൻ ഇഷ്യൂസിലൂടെ കടന്നു പോകും. അതായത് എവിടേക്കാണോ എത്തേണ്ടത് അവിടേക്ക് പാരൻസ് കൃത്യസമയത്ത് എത്താനും വൈകുന്നു അല്ലേ?